അങ്ങനെ ആ ടാസ്കും റദ്ദാക്കി. ടാസ്ക് കൊടുത്താൽ ഇത്ര ഭംഗിയായിട്ട് കുളമാക്കുന്ന ഒരു സീസണും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു കോയിനും ആർക്കും കിട്ടിയില്ല. അനീഷ് ലാസ്റ്റ് വെച്ച് കുറച്ച് ഓവറായത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ ടീമിനെങ്കിലും കോയിന് കിട്ടിയേനെ. അനീഷ് ആ ബോട്ടിലെല്ലാം നശിപ്പിക്കരുതായിരുന്നു. ആദില നൂറ ഭയങ്കര ഓവറാണ്. ആദില അനീഷിനെ ടാർഗറ്റ് ചെയ്താണ് കളിക്കുന്നത്. അനീഷിനെ ചൊറിഞ്ഞു വരട്ടെ എന്ന് പറയുന്നത് പോകുന്നത് കാണാം. ആര്യൻ തോറ്റുപോയെങ്കിലും ജയിച്ചു എന്ന് പറയാം. കുറച്ചൊക്കെ ശ്രദ്ധിച്ച് കളിച്ചിട്ടുണ്ട്. ഓഫീസേഴ്സായിട്ടുള്ള അനു സാബും ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. ബോട്ടിലുകളെല്ലാം വൃത്തിയുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ അവർ ശരിക്കൊന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. ചിലരിലൊക്കെ വൃത്തിയില്ലാത്ത തുണി കൊണ്ടൊക്കെയാണ് അത് തുടച്ചെടുക്കുന്നതായിട്ടൊക്കെ കാണുന്നത്. അതുപോലെ മുടിയൊന്നും പെടാൻ പാടില്ല. മുടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് അത്രയും ഒഴിവാക്കേണ്ടി വരും. അനീഷ് ചെയ്തത് ഒട്ടും ശരിയായില്ല. അതുവരെ ക്ഷമിച്ച അനീഷ് ഇനി ആരും അപ്രൂവ് ആവണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെ അതെല്ലാം തട്ടിപ്പൊട്ടിച്ചത്. അല്ലെങ്കിൽ അനീഷ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അവർക്കെങ്കിലും ഒരു കോയിന് കിട്ടിയേനെ. അനു ഒരു സ്ട്രിക്റ്റ് ഓഫീസറായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അനീഷിന് 14 ബോട്ടിൽസാണുള്ളത്. ശരിക്കും നോക്കണമായിരുന്നു അനീഷ് ആ ബോട്ടിലുകളൊക്കെ ക്ലീൻ ആണോ എന്ന കാര്യമൊക്കെ നല്ല ശരിക്ക് ചെക്ക് ചെയ്യണം. ശരിക്ക് വൃത്തിയില്ലാത്ത തുണി കൊണ്ടൊക്കെയാണ് അത് ശരിയാക്കുന്നതൊക്കെയാണ്. അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. എന്തായാലും ആർക്കും കോയിന് കിട്ടിയിട്ടില്ല.